ഒരു ഇടത്തരം സിവിലിയൻ കുടുംബത്തിലാണ് വ്യാമിക സിംഗ് ജനിച്ചത്. അവരുടെ കുടുംബത്തിലെ ആരും ഇതുവരെ ഇന്ത്യൻ സായുധ സേനയിൽ ജോലി ചെയ്തിട്ടില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ പേരുകളുടെ അർത്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ക്ലാസ് മുറിയുടെ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ആകാശം അവളുടെ സ്വന്തമാണെന്ന്. വ്യാമം എന്നാൽ ആകാശമെന്നാണ് അർത്ഥമാക്കുന്നത്. അവളുടെ അധ്യാപിക ഇത് സ്ഥിരീകരിച്ചു. ഒരു ദിവസം അവൾ ആകാശം സ്വന്തമാക്കുമെന്ന് തമാശയായി പറഞ്ഞു. പക്ഷേ ആ നിമിഷത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവൾ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് പൈലറ്റ് ആകാൻ തീരുമാനിച്ചു. പിന്നീട് അവൾ എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിൽ വായിച്ചു. അതിൽ വ്യോമസേന അവിവാഹിതരായ പുരുഷന്മാർക്ക് മാത്രമേ പൈലറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അനുവാദമുള്ളൂ. പിന്നീട് UPSC SSC ഷോർട്ട് സർവീസ് കമ്മീഷൻ പരീക്ഷയിലൂടെ പൈലറ്റ് ആകാമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ അപേക്ഷിക്കുകയും 2004 ഇന്ത്യൻ വ്യോമസേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സ്ഥിരമായി കമ്മീഷൻ ചെയ്ത ഓഫീസറായി നിയമിക്കപ്പെട്ടതിനെ ചൊല്ലി അവർ പിന്നീട് നിയമ പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ഒരു കേസ് പോലും വാദിക്കുകയും ചെയ്തു. 2020 അവർ അരുണാചൽ പ്രദേശിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. 2021 ഏപ്രിലിൽ അവർ പൈലറ്റാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിലെ മറ്റ് 9 വനിതാ ഓഫീസർമാർക്കും ഫ്ലൈയിങ് നാവിഗേഷൻ ബ്രാഞ്ചിലെ ഒരു ഓഫീസർക്കും സ്ഥിരം കമ്മീഷൻ ലഭിച്ചു. 2019 ഡിസംബർ 18 മുതൽ അവർക്ക് സ്ഥിരം കമ്മീഷൻ ലഭിച്ചു.